ആചാരങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്ന തൃശൂർ പൂരത്തിൽ മുടങ്ങിപ്പോയ ഒരു ചടങ്ങുണ്ട്. അതാണ് കോലോത്തും പൂരം. കൊച്ചിരാജാവിന്റെ കോവിലകത്ത് പൂരപ്പങ്കാളികളായ 10 ദേവീദേവന്മാരും പറയെടുപ്പിനായി എത്തുന്നതായിരുന്നു കോവിലകത്തും പൂരമെന്ന കോലോത്തും പൂരം. കൊച്ചിരാജാവിന്റെ കോവിലകം ഇന്നും തൃശൂരിലുണ്ട്. പക്ഷേ കോവിലകത്തെ പൂരം ഇപ്പോഴില്ല. തൃശൂർ പൂരത്തിലെ പങ്കാളികളായ 10 ദേവീദേവന്മാരും പൂരത്തിന് ഒരു നാൾ മുമ്പ് ഈ കോവിലകത്തെത്തി പറയെടുക്കുമായിരുന്നു. അതായിരുന്നു കോവിലകത്തും പൂരം. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതായിരുന്നു പൂരമെന്ന് പറയപ്പെടുന്നു. ഈ പൂരം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അത്രേ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നിരുന്നത്. രാജഭരണകാലം അവസാനിച്ചതോടെ കോവിലകത്തെ പൂരം ഓർമ്മയായി. കൊട്ടാരം ഇപ്പോൾ പുരാവകുപ്പിന്റെ മ്യൂസിയമാണ്. തൃശൂർ പൂരത്തിനല്ലാതെ ഈ ദേവീദേവന്മാരെല്ലാം പിന്നീട് ഒത്തുകൂടുക ശിവരാത്രിക്കാണ്. ശിവരാത്രി നാളിൽ വടക്കുന്നാഥന്റെ സന്നിധിയിൽ. അപ്പോൾ അശോകേശ്വരം തേവരും ഉണ്ടാകും എന്ന പ്രത്യേകതയുമുണ്ട്. പൂരത്തിനെ ആതിഥേയത്വം വഹിച്ച വടക്കുന്നാഥനോട് നന്ദി പറയാനാണ് ദേവീദേവന്മാർ ശിവരാത്രി നാളിൽ എത്തുന്നതെന്നാണ് വിശ്വാസം.